നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. പെൺകുട്ടികളെ നേർവഴിക്ക് നടത്താൻ അവരുണ്ട്. നടന്നില്ലെങ്കിൽ തെറി മുതൽ ഭീഷണി വരെ കേൾക്കും. കയ്യേറ്റവും ഉണ്ടാവും. കേരളത്തിലെ പെങ്ങന്മാർ ഇനിയും എത്ര കാലം സദാചാര ആങ്ങളമാരെ സഹിക്കണം? വിദ്യാർത്ഥിനി അസ്മിത കബീർ അല്ലെങ്കിൽ ജാനകി രാവണൻ, പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീ CA റൌഫ്, ഹിന്ദു സമുദായ നേതാവ് ശ്രീ രാഹുൽ ഈശ്വർ. സ്വാഗതം എല്ലാവർക്കും. ശ്രീ CA റൌഫ്, ഈ പെൺകുട്ടികൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഭീഷണികൾ, അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിരുന്നു? അതിന് മതവുമായി കൂട്ടിക്കുഴക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തോ ഒരു അസഹിഷ്ണുത ഇത്തരം കലാരൂപങ്ങളോടും സ്വാതന്ത്ര്യത്തോടും മുസ്ലിങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ള പ്രചരണം വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു തന്ത്രം ഇതിൻ്റെ പിറകിലുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. റൌഫ് പറയുന്നത് IT ആക്ട് അനുസരിച്ച് കേസെടുത്താൽ ജയിൽ ശിക്ഷ ഉറപ്പാക്കാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഈ പെൺകുട്ടികൾക്കെതിരെ നടത്തിയത് ആരാണെന്നാണ് റൌഫ് കരുതുന്നത്? പ്രോ സംഘികളായിട്ടുള്ള ചില ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇതിൻ്റെ ഉൽപ്പാദനം. ഇപ്പോൾ കുട്ടികളെ തെറി വിളിക്കുന്ന, ആക്ഷേപിക്കുന്ന പല ഐഡികളും ഫേക്ക് ഐഡികളാണ്. അല്ലാത്ത ഐഡികൾ ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം അനുസരിച്ച് ഔദ്യോഗികമായി മുസ്ലിം ഗ്രൂപ്പുകളോ മുസ്ലിം സംഘടനകളോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ ഗൗരവതരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ ഈ സമുദായം, ഏതെങ്കിലും സമുദായ സംഘടനകൾ നൽകണം എന്ന് എന്തുകൊണ്ടാണ് സമുദായം വിചാരിക്കാതിരുന്നത്? അല്ല, എന്തിനാണ് ഇത്രമാത്രം അസഹിഷ്ണുതയോടെ നോക്കിക്കാണതെന്ന് എനിക്കറിയുന്നില്ല. പക്ഷേ ഇതിന്റെ പിറകിൽ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഞാൻ ഒന്നുകൂടെ പർട്ടിക്കുലർ ആവാം. ഈ മതം അനുസരിച്ച്, മത നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് ഒരു സംഘം ആളുകൾ ഈ പെൺകുട്ടികളോട് പറയുകയല്ല, അവരെ പേടിപ്പിക്കണം, അവരിതിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഈ കുട്ടികളെയും ഇതുപോലുള്ള കുട്ടികളെയും ഒക്കെ പിന്തിരിപ്പിക്കണം എന്നതിന് വേണ്ടി നടത്തുന്ന ആക്രോശങ്ങൾ. ഈ ആക്രോശങ്ങൾ നടത്തുമ്പോൾ മതസംഘടനകൾക്ക് ഉത്തരവാദിത്വമില്ലേ ഇത് ചെയ്യുന്നവരോട് മര്യാദ കാണിക്കണം എന്ന് പറയാൻ? നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവരല്ലേ നിങ്ങളുടെ സമുദായത്തിലുള്ളത്? അല്ലതിൽ ഇത് മതത്തിന് ഇതിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ വളരെ നിഗൂഢമായ അജണ്ട ഉണ്ട്. ഇസ്ലാമികമായി ഇത് ശരിയല്ല എന്ന് പറയാൻ ശ്രമിച്ചിട്ടുള്ള ഐഡികളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ നിഗൂഢമായ ഐഡികളാണ്. വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ പ്രോ സംഘി ക്യാമ്പയിനിങ് നടത്തുന്ന ഒരു യുക്തിവാദി ഐഡിയാണ്. അതൊരു ഫേക്ക് ഐഡിയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരൊക്കെ ഞങ്ങൾക്കറിയാം. അവർക്കൊക്കെ ഫോട്ടോകളുണ്ടല്ലോ. ഇവരുടെ ഫോട്ടോ ഉണ്ട്, പരിശോധിച്ച് നോക്കാം. നിങ്ങൾക്കും പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ വന്ന് ഈ കുട്ടികൾ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്ന ഈ മതത്തിൻ്റെ ഐഡൻറ്റിറ്റിയുള്ള, മതത്തിൻ്റെ മേൽവിലാസമുള്ള മതപണ്ഡിതരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? മുഴുവൻ വിഷയങ്ങളിലേക്കും കടന്നു കയറി, ബാക്കിയുള്ളവരുടെ ആവിഷ്കാരങ്ങളിലേക്ക് കടന്നു കയറി അവിടെ മതം കുത്തിത്തിരികെ കയറ്റേണ്ട ഒരു കാര്യവുമില്ല. രാഹുൽ, ഓരോ പെൺകുട്ടിയും അവരവരുടെ മതത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള മതനിയമങ്ങൾ അനുസരിച്ച് വിവേചനം നേരിടുമ്പോൾ, ആക്രമണം നേരിടുമ്പോൾ അവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും മതത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാവാറുണ്ട്? സദാചാര ആങ്ങള എന്നുള്ള പ്രയോഗത്തോട് യോജിപ്പില്ല. കാര്യം ആങ്ങള അല്ലെങ്കിൽ സഹോദരൻ, ഭ്രാതാവ് വലിയൊരു ബന്ധമാണ്. ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന സിദ്ധാന്തമൊന്നുമില്ല. സ്ത്രീ പുരുഷ ലൈംഗികതകളിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് കുറച്ചൊക്കെ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുമ്പം കുറേയൊക്കെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങും ആകാൻ ഒരു പുരുഷൻ അല്ലെങ്കിൽ പയ്യൻ ശ്രമിക്കുന്നത്. അപ്പം ഇതിനോട് അസഹിഷ്ണുത തോന്നുന്നതിനെ പാട്രിയാർക്കിയും ഫെമിനിസവും അല്ല, ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ധാരയാണ്. ആ സത്യത്തെ കാണാതെ യുക്തിവാദികളെയോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാഹുൽ, ഈ ഇപ്പുറത്തുള്ള കൗണ്ടർ പാർട്സും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? ശബരിമലയിൽ കയറിയാൽ കാല് തല്ലിയൊടിക്കും എന്നും പറയുന്നുണ്ട്. ഇതിനർത്ഥം ആവിഷ്കാരം അപരിമിതമാണ് എന്നല്ല. 18 പടികൾ 18 പേർ ആത്മഹത്യ എന്നൊക്കെ തമിഴ്നാട്ടിലെ ഒരു തീവ്ര ഗ്രൂപ്പ് പേര് തന്നെ പറയാം, അർജുൻ സമ്പത്തൊക്കെ പറഞ്ഞു, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ് പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ 18 പേര് മരിക്കുന്നത്? ആ എത്തിക്സ് വേണം എന്ന് ആവശ്യപ്പെടാനും ഒരു ആശയം മുമ്പോട്ട് വെക്കാനുള്ള സ്വാതന്ത്ര്യം മതസംഘടനകൾക്ക് കൊടുക്കണം. തീർച്ചയായും. അസ്മിതയെ ഒരുപക്ഷെ ജാനകി രാവണൻ എന്ന് പറഞ്ഞാലാണ് കേരളം കുറച്ചും കൂടി അറിയുന്നുണ്ടാവുക. അസ്മിതയുടെ അഭിപ്രായത്തിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത് എവിടെ നിന്നാണ്? ഇതൊരു മതത്തിൻ്റെ വിഷയമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. ഞാനൊരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. ഒരു മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ
ഞാൻ അനുഭവിച്ചിട്ടുള്ള മോറൽ പ്രശ്നങ്ങൾ എനിക്ക് ഓർക്കാൻ പോലുമില്ല. അതെല്ലാം പെൺകുട്ടി എന്നുള്ള ബേസിസിൽ മാത്രം ഞാൻ അനുഭവിച്ചതാണ്. അതുകൊണ്ട് എനിക്കതൊരു മതത്തിൻ്റെ വിഷയമല്ല, ലൈംഗികതയുടെ തന്നെ പ്രശ്നമാണ്. ഇപ്പോൾ ഇന്നലെ കൂടി ഞങ്ങളൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത്, അവൾ രാത്രി 2 മണിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി പോലീസ് തടഞ്ഞു നിർത്തുകയും അവളോട് കാര്യം ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു വീട്ടിലേക്കാണ് പോകുന്നത്, ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. അപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആദ്യം 2 പേരാണ് ബൈക്കിൽ വന്നത്. പിന്നെ അതിന് ശേഷം അവർ വേറെ ജീപ്പിൽ പോലീസുകാർ കുറേ പേര് വന്നിട്ട് അവളോട് മോശമായിട്ടൊക്കെ സംസാരിച്ചു തുടങ്ങി. എന്നിട്ട് അവളുടെ വീട്ടുകാരുടെ നമ്പർ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, ഒരു സ്ത്രീയാണ്, പെൺകുട്ടിയെന്നും പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത്, നിങ്ങൾക്ക് എൻ്റെ ID പ്രൂഫ് ഞാൻ വേണമെങ്കിൽ തരാം, അല്ലാണ്ട് വീട്ടുകാരുടെ നമ്പർ തരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കര മോശമായിട്ട് അവളോട് സംസാരിച്ചു. എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അവളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അതൊരു പുരുഷ സുഹൃത്താണ്. അപ്പോൾ അവനെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ വീട്ടിൽ കിടന്നുറങ്ങുമായിരുന്ന അവനെ വിളിച്ചു വരുത്തി. ഇവർ 2 പേരും തമ്മിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, എത്ര വട്ടം അവർ സെക്സ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സെക്സ് കഴിഞ്ഞിട്ടാണോ വരുന്നത്, അതിനുള്ള പരിശോധന നടത്തണം, ഇങ്ങനെ എല്ലാം പറഞ്ഞ് ടോർച്ചർ ചെയ്ത് അവരെ 2 പേരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി അവനെ വിലങ്ങണിയിച്ച് അണ്ടർവെയർ മാത്രം ഇട്ട് സെല്ലിൻ്റെ അകത്ത് കിടത്തി അവളെ പുറത്ത് ഭയങ്കര മോശമായ രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. അവളുടെ ജാതി പറഞ്ഞ്, പിന്നെ അവളുടെ സെക്ഷുവാലിറ്റി പറഞ്ഞ്, എല്ലാ രീതിയിലും അവളെ അവർ ഹേർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഒരു പെൺകുട്ടി ആയതാണ് അവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. എന്തിന് റോഡിൽ തട്ടമിട്ട് ഡാൻസ് ചെയ്യുന്നു എന്നുള്ളത്, ഇതിൻ്റെ സോഫ്റ്റ് വേർഷൻസ് എല്ലാ നാട്ടിലും ഉണ്ട്. എൻ്റെ നാട്ടിലൊക്കെ ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അതായത് എൻ്റെ ഏതെങ്കിലും ആൺകൂട്ടുകാർ, അതായത് ആ നാട്ടിലുള്ളവരല്ലാത്ത, ആ നാട് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വേറെ ജില്ല പോലും അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ഏറ്റവും ചെറിയൊരു പ്രദേശം, തൊട്ടപ്പുറത്തെ നാട്ടിലുള്ള ഒരേ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന എൻ്റെ കൂട്ടുകാർ എൻ്റെ നാട്ടിലൊക്കെ എന്നെ കാണാൻ വന്നു കഴിഞ്ഞാൽ അവരെന്നോട്, ഞാൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ബൈക്കിൽ ഞാൻ പോകുന്ന വഴിയിൽ വന്നു നിന്നിട്ട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവളാണ് വരുത്തന്മാരെ ഇങ്ങോട്ടേക്ക് കയറ്റിയതെന്ന്. അപ്പം ആരാണ് പെൺകുട്ടികളുടെ അതോറിറ്റി തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. വിശ്വാസിയാണോ എന്ന ചോദ്യം വളരെ സബ്ജക്റ്റീവാണ്. ഒരുപക്ഷെ അത് ചോദിക്കാനേ കഴിയില്ല. ഈ തരത്തിൽ, ഈ രൂപത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ, കാരണം മുസ്ലിം മതം അനുശാസിക്കുന്ന ഒരു അല്ലെങ്കിൽ വേഷത്തിനകത്തല്ല, രൂപത്തിനും അകത്തല്ല, പൊട്ടൊക്കെ തൊട്ടിട്ടാണ് അസ്മിത ഇരിക്കുന്നത്. നഗരത്തിലല്ല, നഗരാതിർത്തിയിൽ, ഒരുപക്ഷെ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സ്ഥലത്ത്, അങ്ങനെ വലിയ ലിബറൽ അല്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ച് ജീവിക്കുമ്പോൾ അതൊരു പ്രശ്നമേ ഇതുവരെ അസ്മിതയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഇതുവരെയും ഞാൻ തട്ടമൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഏതാണ്ട് ഒരു 4-5 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഞാൻ പൊട്ട് വയ്ക്കാറുണ്ട്. പെൺകുട്ടിയാണ് എന്നുള്ളതിൻ്റെ പരിമിതികൾ ആണ് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് എന്നുള്ളതിനേക്കാൾ എന്നെ കൂടുതൽ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനൊരു ഹിന്ദു ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയാണെങ്കിലും എൻ്റെ അടുത്ത് എൻ്റെ വീട്ടുകാർ പറയാവുന്ന കാര്യങ്ങൾ തന്നെ ഒരു മുസ്ലിം പെൺകുട്ടി ആയിരിക്കുമ്പോഴും എന്നോട് പറയാറുള്ളൂ. ഷോൾ ഇടണം, നേരെ നടക്കണം. ഇതൊക്കെ ആദ്യകാലത്താണ്, ഇപ്പം അങ്ങനെയൊന്നുമില്ല. രാഹുൽ, ഇതൊരു വലിയ റെവല്യൂഷനാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നമ്മൾ മുഖ്യധാര ഉണ്ടാക്കുന്ന പല പല നിർമ്മിതികൾക്കും ആ നിർമ്മിതികളെ പൊളിക്കുന്ന ഒരു വർത്തമാനമാണ് അസ്മിത നടത്തുന്നത്. ഞാനൊരു സദാചാരവാദിയോ ഹരിചന്ദ്രനോ ശ്രീരാമനോ അല്ല. ജീവിതത്തിൻ്റെ എല്ലാവിധ രസങ്ങളും എല്ലാവിധ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിന് കുറേ ചിട്ടവട്ടങ്ങളും മൂല്യബോധങ്ങളും ഒക്കെ ഉണ്ട്. തീവ്ര ഹിന്ദു ഗ്രൂപ്പുകളും തീവ്ര ഇസ്ലാമിക് ഗ്രൂപ്പുകളും ഒരുമിച്ച് കിസ് ഓഫ് ലവിനെതിരെ വരുന്നത്. അപ്പോൾ രാഹുൽ പറയുന്നത് ഇതെല്ലാം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ അതൊരു ഒളിച്ചും പാത്തും ചില രാത്രി 2 മണിക്ക് ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ അവൾ നടന്നു പൊക്കോട്ടെ എന്ന് മാത്രം ഒരു പോലീസുകാരന് വിചാരിക്കാൻ കഴിയില്ല. എവിടെ നിന്ന് വരുന്നു, മോശം വാക്കുകൾ ഉപയോഗിക്കാതെ എന്താ കുട്ടി ഇവിടെ, ഞങ്ങൾ കൊണ്ടുവിടണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതി വീട്ടുകാരോട് കണക്ട് ചെയ്യണോ എന്ന് ചോദിക്കാൻ ബാധ്യതയില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുവാണ് എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ശരി, അത് വേണമെങ്കിൽ പോലീസിന് പറയാം. ബലാത്സംഗം വല്ലതും നടക്കുകയും ചെയ്താൽ ഇതേ സമൂഹവും നേരെ പോലീസുകാരോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് സെക്യൂരിറ്റി കൊടുത്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് സൂക്ഷിച്ചില്ല. 2 മണിക്ക് അവളോട് ഇങ്ങനെ സംസാരിച്ച് അവളുടെ പിറ്റേന്നത്തെ 12 മണി, ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയമാണ്. ഓക്കെ, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാണ്. ഇതേ ദിവസം കോഴിക്കോട് എൻ്റെ ഒരു പുരുഷ സുഹൃത്ത് ഒരാള് അവനെ പിടിച്ചുകൊണ്ടുപോയി റേപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമ്മൾ കേൾക്കുന്ന 99.99% പെൺകുട്ടികളോട് നേരെ നടക്കുന്ന അതിക്രമങ്ങളല്ലേ. പുരുഷന്മാരോട് നടക്കുന്ന അത് ടാക്കിൾ ചെയ്യാം. എന്റെ സഹോദരൻ രാത്രി 1 മണിക്ക് വെളിയിറങ്ങുമ്പോൾ നന്നായി, നീ രാത്രി വെളി പോകണം, ലോകമൊക്കെ കറങ്ങിയിട്ട് വാ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അപ്പം കെയർ ഇല്ലാത്തൊരു സൊസൈറ്റി വേണോ? ഡാൻസ് കളിച്ച കുട്ടികളുണ്ടല്ലോ,
ഈ കുട്ടികളുടെ കെയറിനെ കൂടി വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ഒരുപാട് ആണുങ്ങൾ ഇത് സംസാരിക്കുന്നത്. അതും ഒരു തരത്തിലുള്ള കേരളത്തിൽ എത്ര പെൺകുട്ടികൾ സ്വന്തം അച്ഛന്മാരാൽ ഗർഭിണികളാക്കപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? എത്രയുണ്ട്? 3.5 കോടിയിൽ എത്ര കേസ് കാണും? എത്രയുണ്ട്? പക്ഷേ നമ്മളൊരു റൂൾ ഉണ്ടാക്കുമ്പോൾ ഒരു സ്വന്തം വീടിനകത്ത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നതിന്റെ കണക്കുകൾ എത്രത്തോളം പുറത്തു വരുമെന്നാണ് വിചാരിക്കുന്നത്? ആരിൽ നിന്നാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഇത് മാറുമെന്നാണ്. മാറണ്ട, എന്തിനാ മാറുന്നത്? റൌഫ് ഈ വാദത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇത് മാത്രമല്ല, പോലീസിൻ്റെ റെക്കോർഡ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അത്ര സുതാര്യമോ അത്ര പാരിങ് ഏറ്റെടുക്കാൻ പറ്റുന്ന അത്ര മാത്രം ശുദ്ധന്മാരോ ഒന്നല്ല. ഇപ്പോൾ തന്നെ സമീപകാലത്ത് ഒരു യുവാവിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അവരുടെ വളരെ മോശമായിട്ട് അമ്മയോട് കമൻറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ഇൻ്റർ കാസ്റ്റ് മാരേജ് നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അർദ്ധരാത്രി ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പിടിച്ചു. അവരോട് മാന്യമായ സമീപനം സ്വീകരിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം പോലീസ് സംവിധാനത്തിനില്ലേ? അതിനൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയെ അസമയത്ത് കണ്ടു അല്ലെങ്കിൽ അർദ്ധരാത്രി കണ്ടു, അവരൊക്കെ വേശ്യകളായി ചിത്രീകരിക്കുന്ന, അവർ അപകീർത്തിപ്പെടുത്തുന്ന സ്വഭാവത്തിലുള്ള സംസാരവും ഇടപെടലുകളും അത് ഒരു കാരണവശാലും നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. അത് സ്റ്റേറ്റിൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. ശരി, റൌഫ് വളരെ നന്നായി സംസാരിക്കുന്നു. വളരെ നന്നായി ഈ പെൺകുട്ടികളുടെ ഏജൻസിയെ കുറിച്ചൊക്കെ പറയുന്നു. ഇത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യം, ഇത്തരത്തിലുള്ളൊരു മനോഭാവം ഈ മതത്തിൽ നിന്ന്, സ്വന്തം മതത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും മതത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളോട് കാണിക്കാൻ വേണ്ടി മതത്തിന് കഴിയുന്നുണ്ടോ? ഇസ്ലാം മതത്തിന് കഴിയുന്നുണ്ടോ? എൻ്റെ ഒരു അറിവനുസരിച്ച് ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് മറ്റു മതത്തിലേക്ക് പല കാരണങ്ങളാൽ പോയവരുണ്ടാവും. അത്തരം പോയ ഒരു വിഷയത്തിലും മതം നിർബന്ധിക്കുകയോ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്ത ഒരു അനുഭവം പോലും എൻ്റെ അറിവിലില്ല. തസ്നി ബാനുവിൻ്റെ കേസൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എന്തായിട്ടുള്ളത്? തസ്നി ബാനുവിനെ ഉപദ്രവിച്ചത് ആരാണ്? ആരാ ഉപദ്രവിച്ചത്? കോളേജിലുണ്ടായ ഒരു പ്രണയം. രണ്ടുപേരും മുസ്ലിം പേരുകളാണ് കേട്ടോ. തസ്നി ബാനുവിൻ്റെ കേസിൽ അല്ല, ഇതിൽ അജണ്ടകൾ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. കേരളത്തിൽ വളരെ സജീവമായി രാഹുൽ ഈശ്വരൊക്കെ ഉയർത്തുന്ന ഒരു വാദമാണ് ലവ് ജിഹാദ്. കേരളത്തിലെ മുസ്ലിമേതര സ്ത്രീകളെ ഇത്രമാത്രം അപമാനിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ വേറൊന്നും ഉണ്ടായിട്ടില്ല. സ്ത്രീകൾ കയ്യും കാലും കാണിച്ചാൽ, മൊബൈൽ കാണിച്ചാൽ, ബൈക്ക് കാണിച്ചിട്ട് സ്ത്രീകളെ വശീകരിച്ചിട്ട് അവരതാ സംഘടിതമായി മതപരിവർത്തനം പ്രണയിക്കുന്നു. അങ്ങനെ യോഗം കൂടിയിട്ട് പ്രണയിക്കാൻ പറ്റും. പകരം എനിക്ക് പറയാൻ പറ്റും, ഇപ്പോൾ കേരളത്തിന് പുറത്ത് ആളുകളെ പെൺകുട്ടികളെ പാർക്കിൽ കയറി അടിച്ചോടിച്ചിട്ടുള്ളത്, പബ്ബിൽ കയറി കൈകാര്യം ചെയ്തിട്ടുള്ളത് വളരെ സംഘടന സ്വഭാവത്തിലുള്ള ശ്രീരാമസേന ഉൾപ്പെടെയുള്ള സംഘടിത സ്വഭാവമാണ്. പോത്തിനെ തെളിച്ചു കൊണ്ടുപോകുന്നത് പ്രതീകാത്മകമായിട്ട് SDP പ്രവർത്തകർ അവിടെ പോയി. പക്ഷെ ഞാനിപ്പോഴും പറയുന്നു, SDP പ്രവർത്തകർ അത് പോയത് തെറ്റായിരുന്നു എന്ന് വളരെ പരസ്യമായിട്ട് പറഞ്ഞ ഒരു വിഭാഗമാണ് ഞങ്ങൾ.